ഞാൻ കോഴിക്കോട് ഡേഞ്ചറസ് വൈബിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന്റെ ഡയറക്ടറാണ്. ഇതിൽ ഞാനൊരു ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചറിയാം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തായാലും നിങ്ങളെ വീഡിയോസ് ഒക്കെ അതെ അതെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എന്തായാലും ആ വീഡിയോയിലൂടെയാണല്ലോ നിങ്ങൾ ഇതിലേക്ക് എത്തിയത്. മാത്രമല്ല ഒരുപാട് നിങ്ങളെപ്പോലെ കഴിവുള്ള ഒരുപാട് പ്രതിഭകൾ അതോടൊപ്പം മലയാള സിനിമയിലെ ജയരാജ് കോഴിക്കോട്, അപ്പുണ്ണി ശശി, അങ്ങനെ ഒരുപാട് മലയാളത്തിലെ പ്രിയപ്പെട്ട നടന്മാർ, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ അൻഷി, ആണാലി ജുനൈസ്, ഹർഷദ്, ഫൈജു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പിന്നെ ഇപ്പൊ അക്കുപുളിക്കല്, അൻസർ ഭായി, അങ്ങനെ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന നല്ലൊരു പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ 2024 ആദ്യത്തെ സിനിമ കട്ടപ്പാടത്തെ മാന്ത്രികൻ. അതിനേക്കാൾ താരങ്ങളുള്ള ഒരു ബിഗ് പ്രോജക്റ്റ് ആണ് ഷോർട്ട് ഫിലിം ആണ് ഡേഞ്ചറസ് വൈബ്. ഇതിന് കേരളത്തിന്റെ സർക്കാരിന്റെ അതുപോലെ പൊതുസമൂഹത്തിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ട് ഈ ഒരു പ്രോജക്റ്റിന്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് ലഹരിക്കെതിരെയുള്ള ഒരു പ്രോജക്റ്റാണ്. സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി. ഈ തലമുറ നവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളഞ്ഞു കുരിഞ്ഞു പോയിരിക്കുകയാണ് ലഹരി ഉപയോഗം അല്ലെങ്കിൽ ആയിട്ട്. അപ്പൊ നമ്മൾ ആ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമായിരിക്കും ഡേഞ്ചറസ് വൈബ്. അതൊരു സിനിമാറ്റിക് മൂഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശേഷം കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റിലീസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിചാരിതമായിട്ട് ഒരുപാട് നല്ല മനുഷ്യരായ കലാകാരന്മാർ ഇതിൽ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്? വർക്കിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഡയറക്ടർ ഫൈസൽ ഹുസൈൻ സാറാണ് ഈ വർക്ക് ചെയ്യുന്നത്. വർക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് നല്ല ജെന്യുവൻ വർക്കാണ്, നല്ലൊരു പ്രൊഫഷണൽ വർക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ സന്ദേശം അത് വളരെ വലുതായിരിക്കും. അത് മെയിനായിട്ട് ലഹരിക്ക് എതിരെയുള്ള ബോധവൽക്കരണം തന്നെയാണ്. അത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടതുമാണ്. ഇപ്പം ഇതിന്റെ ഇടയിൽ വലിയ ബോധവൽക്കരണം ഒക്കെ വന്നിരുന്നു, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സ്ലോ ആയി, ആൾക്കാരൊക്കെ മറന്നുപോയ മാതിരി. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ടിരിക്കണം. അതും ഇതുപോലെ വലിയ സ്ക്രീനിൽ ഒരു സിനിമാറ്റിക് ഫ്രെയിമിൽ ഇതിനെപ്പറ്റി ബോധവൽക്കരണം ചെയ്യാൻ പറയുമ്പോൾ ഒരു വലിയ കാര്യമല്ല. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു വൈഡ് സ്ക്രീനിൽ ക്യാൻവാസിൽ, അതും പ്രൊഫഷണൽ ക്യാമറ വെച്ച് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയ ഒരു ഡയറക്ടറെ കീഴിൽ നമുക്ക് ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമില്ല. നേരത്തെ വിട്ടുപോയ ഒരു പേരാണ് ഹരിത്ത്. ഒരുപാട് എക്സ്പീരിയൻസ് ആയ ഒരു താരമാണ്. നേരത്തെ സൂചിപ്പിച്ച ഒരു വ്യക്തിയാണ് ഹർഷദ്. വളരെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഡേഞ്ചറസ് വൈബ് എന്ന സിനിമ എല്ലാവരും കാണുക. ഇതിൽ ഞാനൊരു ഭാഗമായതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.